ഇതിപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ്. ഒരു ഹെന്ന ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഹെന്ന ചെയ്യാറുണ്ട്. മാസത്തിൽ 2 വട്ടം ഹെന്ന ചെയ്യാറുണ്ട് കേട്ടോ. നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ മുടിയൊക്കെ നല്ല ഷൈനിങ് ആവും. പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് നരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഹെന്ന ചെയ്യുമ്പോൾ അതൊക്കെ കവർ ചെയ്ത് പൊക്കോളും. പിന്നെ മുടി പിന്നെ കൂടുതലായിട്ട് നരയ്ക്കണില്ല കേട്ടോ. ഈ ഹെന്ന ചെയ്തതോടുകൂടി നരയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പാണ് കേട്ടോ ഹെന്ന ഉണ്ടാക്കാനായിട്ട്. പിന്നെ മുടി കൊഴിച്ചിലുണ്ടാവില്ല, താരൻ ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് നാളായിട്ട് ഇത് ചെയ്യണേക്കാളും മുന്നേ കുറച്ച് നാളായിട്ട് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താന്ന് ഇങ്ങനെ തൈറോയിഡാണോ എന്താണെന്നൊക്കെയാണ് കുറേ ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് വൈറ്റമിൻ ഡി കുറവാന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറവായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഹെന്നയും കൂടെ ചെയ്ത് തുടങ്ങിയപ്പോൾ തീരെ മുടി കൊഴിച്ചിലില്ലാണ്ടായി. അപ്പോൾ നമുക്കൊന്ന് ഹെന്ന എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും 1 ടീസ്പൂൺ ചായലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ടത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തു. ഞാനിത് ഓവർനൈറ്റാണ് ഉണ്ടാക്കണേ. ഇപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ട്. ഞാൻ കിടക്കണേക്കാളും മുന്നേ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസം നേരത്തെ എണീറ്റിട്ട് ഇതിൽ ഒരു മുട്ടയുടെ വെള്ള അത് ഒഴിച്ചിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് അതൊന്ന് കൂട്ടയിൽ പിടിക്കണം. മുട്ടയുടെ അതൊക്കെ ഒന്ന് അതിൽ പിടിച്ചിട്ട് എന്നിട്ടാണ് കേട്ടോ തലയിൽ തേക്കുക. ഈ ബഞ്ചാറാസ് എന്ന് പറയുന്ന ഹെന്നയാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ഇതാണ് തേക്കണേ. ഞാൻ മറ്റുള്ളതൊന്ന് തേച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബഞ്ചാറാസ് തന്നെ കേട്ടോ. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ. അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞത് കഴുകി കളയുമ്പോൾ ഭയങ്കര ആയിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നിൽക്കും. എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ കുറേ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറി നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ നമ്മൾ തിളപ്പിച്ച ആ ചായയിലും കാപ്പിപ്പൊടി ഇട്ടിട്ടുള്ള ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ നീരും കൂടെ അതിലേക്ക് ചേർക്കാം. പക്ഷേ എനിക്ക് ആ കളർ ഇഷ്ടമല്ല. ഒരു മൈലാഞ്ചിയുടെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്ക് അതാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഇത്ര കട്ടിയേ പാടുള്ളൂ. പിറ്റേ ദിവസം ഒരു മുട്ടയും കൂടെ തട്ടി ഒഴിക്കുമ്പോൾ അത്യാവശ്യം ലൂസാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്തു. പിന്നെ ഒരു സൂചിയും കൂടെ ഇട്ട് കൊടുത്തു. ഞാൻ ഇത്രയ്ക്ക് ഇടാറുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ പിന്നെ ചീഞ്ചട്ടി വേറെ ഇല്ല, അപ്പോൾ ഞാൻ ഇത്രേ ഇടാറുള്ളൂ. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഇനി പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം പുലർച്ചെ ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് പരട്ടി അങ്ങോട്ട് വെക്കും. പിന്നെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഇത് കഴുകുക. ഏകദേശം 1 മണിക്കൂറോ വേണ്ട, പക്ഷെ ഞാൻ ചിലപ്പോൾ 2 മണിക്കൂർ വരെ പോകട്ടെ ഞാൻ അത് തലയിൽ പിടിച്ചിട്ട്. അപ്പോൾ എൻ്റെ മുടിയുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഈ ബ്രൗൺ കളർ ഇങ്ങനെ ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല, എന്നാലും കുറേശ്ശൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പരട്ടി കൊടുത്തിട്ടാ, ഫുള്ളായിട്ട് അങ്ങോട്ട് പരട്ടി കൊടുത്തു. ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യണേ. എനിക്ക് വേറെ സഹായത്തിന് ആരൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഞാൻ അകത്ത് നിന്ന് എടുത്ത കാരണം തോന്നുന്നു അധികം അങ്ങോട്ട് കാണാനില്ല. പുറത്ത് കുറച്ചും കൂടെ വെളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റാണ് കേട്ടോ. അപ്പോൾ ഹെയർ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്യണേ.